Good morning, guys. Welcome to another video of Korean Pho. കുറേ കാലമായി വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഇപ്പോൾ ഒരു പരിപാടി ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ പരിപാടിയുടെ വീഡിയോ ചെയ്യാം. ഞങ്ങളിന്ന് ഇപ്പോൾ പോകുന്നത് ഒരു മാരത്തോണിൻ്റെ ബിബ് മേടിക്കാനാണ്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചെല്ലുക, ബിബ് മേടിക്കുക, ആ സ്ഥലമൊക്കെ നിങ്ങളൊന്ന് കാണിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഞായറാഴ്ച ഒരുമിച്ചോടുന്നു. അത് തന്നെ പരിപാടി, അതാണ് വീഡിയോ. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് സൈഗോണൊക്കെ നിങ്ങളെ കാണിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, അത്രേ ഉള്ളൂ. എനിവേ, നമ്മളിനി അധികം സംസാരിക്കുന്നില്ല, സോ ദാറ്റ് ദ വീഡിയോ ഇസ് നോട്ട് ലോങ്. നമുക്കിനി അവിടെ എത്തിയിട്ട് സംസാരിക്കാം. കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ട്രാഫിക് സീനാണ്. യോ ഗായ്സ്, നമ്മളിപ്പോൾ സ്ഥലമെത്തി. നുങ്ങ് എവിടെയെന്ന് അറിയില്ല. നുങ്ങ് അകത്തോട്ട് കയറിപ്പോയി. സോ നമ്മൾ ബിബ് എടുക്കണം. ബിബ് എടുത്തിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ മാരത്തോൺ തുടങ്ങുമ്പോൾ അതിൻ്റേതായ ഇവൻറ്റും പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ടോക്സ്, ആ ടോക്സ്, ഷൂവിൻ്റെ ആൾക്കാർ, ഓട്ടക്കാർ, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, അവരുടെ പരിപാടികൾ. പണ്ട് ഞാനും ഇതേപോലെ കുറേ ഓടി നടന്നേച്ചാണ്. നമ്മുടെ കൊച്ചിയിൽ സോൾസ് ഓഫ് കൊച്ചിനിലൊരു മെമ്പറായിരുന്നു. അന്ന് ഓർമ്മയുണ്ട് നമ്മൾ മാരത്തോണൊക്കെ നടത്തണം. നേടാട്ടോ, ഒരാഴ്ചത്തെ പണിയാണ്. നമ്മളെല്ലാവരും ഇതിൻ്റെ പുറകെ, ഒരാഴ്ചയല്ല അതിന് മുന്നേ പരിപാടി തുടങ്ങും. പക്ഷേ ഞാനൊക്കെ വോളണ്ടിയറായിട്ട് നിന്നിട്ടുള്ളൂ, അതുകൊണ്ട് അത്ര എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഒരുപാട് എഫേർട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ബിസിനസ്സാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുകയാണ്. കുറേ സ്പോർട്സ് ഏജൻസീസ് ഉണ്ട് ഈ പരിപാടിയൊക്കെ നടത്തണം. നാളത്തെ ഫോട്ടോ ഏരിയ ആണ്. പക്ഷെ ഇത് ഇത്തിരി ചെറിയ ലൊക്കേഷനാണ്. എനിക്ക് തോന്നുന്നത് അവർക്ക് അധികം രജിസ്ട്രേഷൻസ് കിട്ടിയിട്ടില്ല ഈ വർഷം. അപ്പോൾ നുങ്ങിൻ്റെ പേര് കണ്ടുപിടിക്കാനാണ്. യു വാണ്ട് ഫൈൻഡ് യുവർ നെയിം? ഓക്കെ, ഗോ ഫോർ ഇറ്റ്. യു ആർ 10K, right? Where are you? Any idea? How many minutes? I have no idea. You should... Immediately, this is my name, but they don't have the surname, so I'm not sure. Yeah, I think that's you. It just take me like less than 1 minute. Okay, because Less than 1 minute. it's easy to figure out. It's based on your alphabet. Is it? Like Yeah, it's alphabetic. I didn't know that Yeah. the order is from alphabet. Okay, you want to take a photo? I don't know if you can get the photo over there, but yeah. Nah. Stay. Okay. On the top, right? So we took the photo for her. Now it's my turn. I'm running 21. Okay. So I am gonna look at my name. Should be AN. So I don't know if it is going to be at A or E. You know. I saw you. You already saw me. It's A. Can't find my name. No idea. So I'm gonna check with. There are 3 names for me: Elenjico, Anthony, and Kurian. So ഇതിലെ ഏതെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊന്നും കാണാനില്ല. കുര്യൻ നോക്കണാണ് ഇപ്പോൾ. കുര്യൻ ഉണ്ടോ എവിടെയെങ്കിലും? I don't know how did I register. Nah. Oh yeah. Okay. Fuzz here. Okay, guys, I got my name. There you go. I don't know if you can see it, but yeah. Mustafa. അതാണ് ഞാൻ. Okay. Mustafa, come on. Yeah. I didn't know that they actually do the name based on our bib name. That's why. So what are you checking out? I thought that they will have. നുങ്ങ് ശരിക്കും മാർക്കറ്റ് വിസിറ്റ് ആട്ടോ. അവളുടെ കമ്പനി സ്പോൺസർ ചെയ്യുന്ന ഇവൻ്റാണ്. അപ്പോൾ ഫുള്ളി അല്ല, പക്ഷെ പാർഷ്യലി ആണെങ്കിലും അവർ കാശ് കൊടുത്തിട്ടാണല്ലോ ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് അവരുടേതായ കടകളും പരിപാടികളൊക്കെ അവൾ ചെക്കിങ് ആണ്. ഇപ്പോൾ ഇൻസ്പെക്ഷനിലാണ്. അവളിത് കാണാൻ വന്നതല്ല.
അവൾ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ ഇടയിൽ ആൾക്കാരെ വിളിക്കുന്നു, ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയാക്കണം, ഇത് ശരിയാക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം. അവൾ നടന്ന് കാണുമല്ല, ഇപ്പോഴും പുറകിലാണ്, ഫുള്ള് നോക്കി കാണുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിസിബിലിറ്റി വേണം അവരുടെ ബ്രാൻഡിന്. അപ്പോൾ നമ്മൾ കാശ് മുടക്കി കഴിയുമ്പോൾ അതിൻ്റേതായ വിസിബിലിറ്റി തന്നില്ലെങ്കിൽ അവർ കംപ്ലൈൻറ്റ് ചെയ്യും. അപ്പോൾ ഇനി അവൾ ഇതിൻ്റെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബിബ് എടുക്കാൻ പോകണം. വെയിറ്റിംഗ് ആണ്. പുള്ളിക്കാരത്തിൻ്റെ പണിയെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണിയെടുക്കാം. അരിവെപ്പ് സിറ്റിക്കകത്ത് കൂടെ കേട്ടോ ഫുൾ ഓട്ടം. സിറ്റിക്കകത്തെന്ന് പറഞ്ഞാൽ രാവിലെ 3:30 തുടങ്ങി 7 മണി വരെ. 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 4 കിലോമീറ്റർ കഷ്ടിച്ചേ ഉണ്ടാവുള്ളൂ വീട്ടിൽ നിന്ന് ഈ മാരത്തോൺ തുടങ്ങുന്ന സ്ഥലത്തേക്ക്. അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് വണ്ടിയും ഒക്കെ കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടാവുമോ എന്നറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവിടെയാണ്. സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഇവിടെ അല്ല കേട്ടോ, ഇവിടെ എന്താണ് ഇൻഡിപെൻഡൻറ്റ് പാലസിൻ്റെ അടുത്താണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് പാലസിൻ്റെ അവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും കണ്ടറിയാം, കണ്ടും കൊണ്ടൊക്കെ അറിയാം. For Ho Chi Minh City run, this is pretty small. Anyway, let's go get the bib. Nungai, let's go get the bib. ഫുള്ളൊന്നും ഇപ്പോൾ ഓടാൻ പറ്റില്ല കേട്ടോ. സോറി. ഓ യാ, സോറി ഗൈസ്, കുറച്ച് ബിസിയാണ്. ഇതേ ഇരിക്കും. This is the I have a copy I forgot to take. I have the license with me, but I can give you this. This is my TRC. You want to scan the okay. And you can check this. This is my ID. Okay, so verification കഴിഞ്ഞു. ഇനി നമ്മുടെ ടീഷർട്ടിനും ബാഗിനും വെയിറ്റ് ചെയ്യാണ്, ബിബിനും വെയിറ്റ് ചെയ്യാണ്. Okay, thank you. You do want? Okay. You want the bib in front? Yeah, okay. Thank you. Okay. Bib checky. Oh, you just got it? Okay. Nunginde birthday. 10 kilometer. What did you name yourself? Oh, there is no name to you? I don't know. Yeah, because you are using your company bib. That's why no name. I'm right on it. Mr. Curry. Mustafa. എവിടെ? അതെ, മിസ്റ്റഫ. നമ്പറിൻ്റെ തൊട്ടടിയിൽ കണ്ടാ. Nice of Oh, it's so big. ഇത് അവളുടെ കമ്പനി സ്പോൺസർ ചെയ്താണ്. അത് നിങ്ങൾക്ക് ലോഗോ കാണുമ്പോൾ അറിയാൻ പറ്റും അവൾ എവിടെ നിന്നാണെന്ന്. ഞാൻ പറയണില്ല. ദേ കേട്ടോ അതെ. അവളത് തന്നെ ഒച്ച ഉണ്ടാക്കി പിടങ്ങുക. പറയല്ലേ, അതാണ് ബ്രാൻഡിൻ്റെ പ്രശ്നങ്ങളേ. എനിവേ, അപ്പോൾ ബിബ് എടുത്തു. കുറേ കടകളുണ്ട്, എന്താണ്ടൊക്കെ ഉണ്ട്. പൊക്കാരി ഉണ്ട്, കുറേ ന്യൂട്രീഷൻ, ഷൂ, ഇതൊക്കെ എല്ലാം മാരത്തോണിലുള്ള പരിപാടി തന്നെ. എന്തായാലും ബിബ് കളക്ട് ചെയ്തു. ഇനി അടുത്ത പരിപാടി നമുക്ക് മാരത്തോൺ ഓടണം എന്നുള്ളതാണ്. അത് ഞായറാഴ്ചയാണ്. ഇതിപ്പോൾ വെള്ളിയാഴ്ച രാവിലെയാണ്. നാളെ ആയിരിക്കും എല്ലാവരും ബിബ് കളക്ട് ചെയ്യാൻ വരുന്നത്. കൂടുതലും തിരക്ക് നാളെയാണ്.
ഇതിപ്പോൾ ഇന്ന് ഇവള് ദേഷ്യം പിടിച്ച കാരണം വന്നാണ്, ഇവൾക്ക് ഇവിടെ ചെക്ക് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കാരണം വന്നാണ്. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓഫീസ്, ബാക്ക് ടു ഓഫീസാണ്. അത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഓട്ടം. Yo guys, good morning. So it's around 2:58. I have another 32 minutes before the marathon starts, the half marathon starts. എവിടെയാണ്? ഇൻഡിപെൻഡൻറ്റ് പാലസിൻ്റെ അടുത്താണ്. ഇൻഡിപെൻഡൻറ്റ് പാലസ് ഹോച്ചിമിൻ സിറ്റിയിൽ വിസിറ്റ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും ഇൻഡിപെൻഡൻറ്റ് പാലസ് എവിടെയാണ്. അത് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ്. സോ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്നത്തെ എൻ്റെ വാഹനം ഇവനല്ല, ബട്ട് ഇവനാണ്. ഇവനെയാണ് നമ്മൾ, ഈ സ്കൂട്ടറുകാരനെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത്. Hey guys, so we finally parked the bike over there. It's some kind of government building. I have no idea എന്ത് സംഭവമാണ് അവിടെ ഉള്ളതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ പക്ഷേ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. നമ്മളവിടെ പാർക്ക് ചെയ്തു. നമുക്കിനി ഏകദേശം 12 മിനിറ്റ് ഉണ്ട്. 3:18 സോ 12 മിനിറ്റ് ഉണ്ട്. ചെല്ലുക, സ്റ്റാർട്ട് പോയിന്റിൽ ചെല്ലുക, കുറച്ച് വാമപ്പ് ഒക്കെ ചെയ്യുക, ആൻഡ് ദെൻ വി ആർ റെഡി. സോ കുറേ കാലം മുന്നേ ഞാൻ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ ഇപ്പോൾ ഓടാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ശ്വാസം എടുക്കാൻ പിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ കാലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടാണ്. അത് പ്രോപ്പർ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം. ഞാനപ്പോൾ അത് കാരണം ഇപ്പോൾ നല്ല രീതിയിൽ സ്ട്രെച്ചിങ്ങും വാമപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഓടാറ്, അല്ലാതെ ചെയ്യാറില്ല. ഓക്കെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഒച്ചയമ്പോളം ആയിരിക്കും. അത് കാരണം ഞാൻ പറയണമെന്നും മര്യാദയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ കുറച്ച് വ്യൂസ് ഒക്കെ കാണിച്ചു തരാം. You guys are so awesome. At this point, we would like to welcome and acknowledge our distinguished guests. Và xin được giới thiệu đến các vận động viên, quý lãnh đạo, quý vị đại biểu, quý đối tác đang có mặt tại buổi sáng ngày hôm nay. Xin trân trọng giới thiệu ông Nguyễn Hồng Minh, Phó Chủ tịch, Phó Cục trưởng Cục Thể dục Thể thao Việt Nam. Ông Nguyễn Trung Hinh, Phó Chủ tịch. ഗൈസ്, മെഡലൊക്കെ ഡിസ്പ്ലേയിലുണ്ട്. ഇതെനിക്ക് തോന്നുന്നു തിരിച്ചു വരുമ്പോൾ ഫിനിഷ് ലൈൻ ഏരിയ ആണ്. അവിടെ എന്താണ്ടൊക്കെ പരിപാടികളുണ്ട്. അങ്ങാടുന്ന് ഞാൻ പോയിട്ടേ ഇല്ല. അധികം ഒന്നും എടുക്കാനില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് തിരക്ക് വെച്ചേ ഓക്കെയാണ്. ഇതിനേക്കാളും നല്ലത് ഞാനിക്ക് സ്റ്റാർട്ട് ലൈനിൽ നിങ്ങളുടെ വീഡിയോ കാണിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ നടക്കുവാണ്, ഓടുമല്ല ഇപ്പൊ. ഇത് കുറച്ചു നേരം എങ്ങനെ ആയിരിക്കും. ആദ്യത്തെ ഒരു 200 മീറ്റർ. Several cameras along the race route. Don't forget to keep smiling. And of course, just enjoy the race. Enjoy the race. Let's go, let's go, let's go. Start slow, baby. Let's go. തുടങ്ങി വെച്ചാലേ തുടങ്ങി. Looking good, beautiful people. We passed 1 kilometer, 1.5. I haven't walked. Maybe because of the crowd. If I don't overdo it. But the running crowd is the same. നമ്മളങ്ങനെ ഒപ്പേത ഹൗസ് പാസ് ചെയ്യാം. One of the iconic building ആണ് ഹോച്ചിമിൻ സിറ്റിയിലെ ഒപ്പേര ഹൗസ്. ലൈവ് ഷോ ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ആൾക്കാർ ഫോട്ടോ എടുക്കുക.
ഫൈനലി നമ്മൾ വെൻ ഹയർ സ്ട്രീറ്റിലെത്തി. We are at 2.7K. Surprisingly, I'm still running. I'm not walking. ഞാനിപ്പോൾ നടക്കുക ഫൈനലി at 2.7, 2.8. ഇത് ഇൻഡിപെൻഡന്റ് ബാലൻസ് അല്ല കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലെത്തി. വെറും 3.2. ഇനിയും കിടക്കാണ് 18 കിലോമീറ്റർ. ഫോട്ടോസ് ഒക്കെ പറ്റി guys. We're next to the Nizons and Saigon water box is right around the corner as well. നമ്മൾ 5.4 kilometer and I'm already sweat out. ഇതൊരു അടിപൊളി ഏരിയ. ഫുൾ 4-5 ബിൽഡിംഗ് ഒക്കെ ഇടയിലൊക്കെ. സൈഗോണിൽ തന്നെയാണെങ്കിൽ ഈ ഏരിയയിൽ രാത്രി വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വാട്ടർ ബസ്, നമുക്ക് വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിനൊക്കെ പോകാൻ പറ്റും നല്ലൊരു ലൊക്കേഷനാണ് സൈഗോൺ വാട്ടർ ബസ്. ഇത് അങ്ങനെ ടൂറിസ്റ്റ് ബോട്ടൊന്നും അല്ല, ശരിക്കും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ആൾക്കാർ ശരിക്കും യൂസ് ചെയ്യുന്ന കുറവായിട്ട് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പരിപാടി ആയേക്കാണ്. സ്ലോലി ഹോച്ചിമിൻ സ്കൈ ലൈനൊക്കെ ഏകദേശം നമ്മുടെ സിംഗപ്പൂരൊക്കെ പോലെ ആയി വരികയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ. ഇവിടെ നിന്ന് ഒരു 5-10 വർഷം കഴിയുമ്പോൾ സിറ്റി വിൽ ബി ലൈക്ക് എപിക് മാൻ. മോർ ഫോട്ടോസ് ഓൺ ഗൈസ്. നമ്മുടെ NIT ആയിരുന്നു ആദ്യമായിട്ട് എനിക്കൊന്ന് വിയറ്റ്നാമിൽ കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെയും വെൽ നോൺ. ഞാനിപ്പോൾ 1 hour കഴിഞ്ഞു. ഓൾമോസ്റ്റ് 7.1 kilometers കവർ ചെയ്തു. അപ്പോൾ കീപ് ഇറ്റ് 1 hour 7 kilometer എങ്കിൽ മാത്രമേ നമുക്ക് 3 മണിക്കൂറിനുള്ളിൽ 21 ഓടി തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, ഇനി എനിക്ക് അത്യാവശ്യം ഫോക്കസ് ചെയ്യണം. ദറ്റ് ഐ ഫിനിഷ് another at least 8K in the next 1 hour. അപ്പോൾ ഇനി 10 കിലോമീറ്റർ മാർക്കി കാണാം. അതൊരു 2.5 kilometers ആണ്. ഹായ് ഗൈസ്. വെളിച്ചമുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സിറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ഇരുണ്ട റോഡുകളായിരുന്നു. അപ്പോൾ അതിൽ വീഡിയോ എടുത്തില്ല. ഞാൻ ഓൾമോസ്റ്റ് 12.7 kilometer ആയി. ഓൾമോസ്റ്റ് എത്ര 1 hour 46 minutes. അപ്പോൾ എന്തായാലും 3 hours അടിയിൽ ഹിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ കൂടുതൽ നടക്കാൻ തുടങ്ങും. അപ്പോൾ അത് വിട്ടു. ഇനി ജസ്റ്റ് എൻജോയ് ആൻഡ് ഫിനിഷ് എന്നുള്ള മൂടാണ്. ആൾക്കാർ റിട്ടേൺ പോയി തുടങ്ങി അവിടെ സൈഡിൽ കൂടെ. നുങ്ങിനെ ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ എടുത്തില്ല. എന്തെങ്കിലും ഒരു രസം വേണ്ടേ? ഇവിടെയാണ് രസം, ഇവിടെ ഉള്ളു രസം. 12 കിലോമീറ്ററിലാണ് രസം കിട്ടുന്നത്. ഇവിടുത്തെ ആൾക്കാർ പൊളിച്ചു. ഓക്കെ, കണ്ടിന്യൂ. അല്ല 18-20 ആകുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം 17 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിലൂടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. കംപ്ലീറ്റ് ഇട്ടാണ്. കംപ്ലീറ്റ് ഓൾമോസ്റ്റ് 60% ഓഫ് ദ റൺ ഇട്ടതാണ്. നൈറ്റ് വിഷൻ വേണം.
അറിയില്ല 3 മണിക്കൂറിനിടയിൽ തീർക്കാൻ പറ്റുമെന്ന്. ബട്ട് ട്രൈ ലെറ്റ്സ് സീ. കുറേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഫുള്ള് ഇരുട്ടത്തിൻ്റെ ഇത് കാണിക്കാനാ. അപ്പോൾ ശരി, കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്തുമ്പോൾ കാണാം. നമ്മൾ കോച്ചിമില്ലിൽ ഇപ്പോൾ ഐക്കോണിക് ബ്രിഡ്ജ് എത്തുകയാണ്. ഇതാണിപ്പോൾ ഇവിടുത്തെ മെയിൻ ഫോട്ടോഗ്രാഫി ബ്രിഡ്ജ്. എല്ലാവരും ഇവിടെ വന്ന ഫോട്ടോ എടുക്കുന്നത് അടിപൊളിയാണ്. ആ സ്കിറ്റ് സിറ്റിയുടെ സ്കൈ ലൈനിന് പറ്റിയൊരു ബ്രിഡ്ജാണ്. ഫുള്ള് അവർ രാത്രി നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് തകർപ്പണം. നമുക്ക് ടൈം എത്രയാണെന്നറിയില്ല, പക്ഷെ എന്നാലും 3 hours നടക്കുമെന്ന് തോന്നുന്നില്ല. ചെറിയ രീതിയിൽ ക്രാമ്പൊക്കെ പിടിക്കാൻ പറ്റും. ക്രാമ്പ് പിടിക്കാനുള്ള ഞാൻ പിന്നെ അത് കയറാതെ ഇരിക്കാൻ സൂക്ഷിക്കുകയാണ്. അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് കുറച്ച് നേരം ഓടുക, സ്ഥലം നടക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഇത്തിരിയെങ്കിലും ബെസ്റ്റ് ടൈം കിട്ടും. ക്രാമ്പ് വന്ന് തീർന്നു, എല്ലാം പോയി. നല്ല ക്ലൈമറ്റ് ആട്ടോ. കഴിഞ്ഞ 2 ദിവസം കോച്ചിമില്ല് നല്ല തണുപ്പായിരുന്നു. ഇന്ന് തണുപ്പ് ഇത്തിരി കുറവാണ്. ഇന്നലെയൊക്കെ രാവിലെ 7:30 എപ്പോഴും 17 degrees ആയിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു 20 മേലെ ഉണ്ട്. 20-21 ഒക്കെ കാണും. പക്ഷേ നല്ല ക്ലൈമറ്റാണ്. ഐക്കോണിക് ബ്രിഡ്ജ്. ഈ വ്യൂ കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ സിറ്റി സ്കൈ ലൈൻ ഇവിടെ നിന്ന് ഈ സൈഡിലാണ് കൊച്ചിമിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ലാൻഡ്മാർക്ക്. അത് ഈ സൈഡിൽ പുതിയ സിറ്റി എക്സ്പാൻഷനൊക്കെ ആ സൈഡിലോട്ടാണ്. ഫുൾ പുതിയ എയർപോർട്ട്, ലോങ് ടൺ എയർപോർട്ടൊക്കെ വരുന്നത് അവിടെയാണ്, ആ സൈഡിലോട്ടാണ്. ഇത് പഴയ സിറ്റി ഡൗൺ ടൗൺ ഹോച്ചിമിൻ. പൊടി ബ്രിഡ്ജല്ലേ, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വെറുതെ താർക്കണം. നമ്മുടെ മുംബൈയിലും ഉണ്ട് ഇതുപോലെ. പക്ഷേ നമ്മൾ പറ്റിക്കാരൊക്കെ മുംബൈ പോലത്തെ ഒരു സിറ്റിയിലൊക്കെ ജീവിക്കാന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ദുബായിലോട്ടൊന്നും പോകാൻ ഭയങ്കര ദുബായിലോട്ട് പോകാനിരുന്നായിരുന്നു. പിന്നെ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടിയപ്പോൾ ഞാൻ വിയറ്റ്നാമിലോട്ട് ചാടി. 8 വർഷമോ 9 വർഷമോ 10 വർഷം മുന്നേ ആ ചാട്ടം ഓർമ്മയുണ്ട്. ചാടിയത് എത്രയോ നന്നായിട്ട്. ഗൈസ്, നമ്മൾ ഫിനിഷ് ലൈനിൽ തന്നെയാണ്. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ 19.8 ആയിട്ടുള്ളൂ. അറിയില്ല 21 ആണോ 20 ആണോ. ലുങ്ങിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലുങ് ഓൾറെഡി എത്തിയെന്ന് തോന്നുന്നു. എനിവേ, ഞാനിനി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറ പിടിച്ച് ഫിനിഷ് ചെയ്യുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടല്ല. നമുക്ക് ഫോട്ടോ ഒക്കെ വേണ്ടേ? ഇത്രയും കാശൊക്കെ കുറച്ച് ഓർഡറല്ലേ. 1.5 million ഓങ്ങാണ്ട് മുടക്കിയിട്ട് ഓടുക. സോ വി നീഡ് സം ഫോട്ടോസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പം ശരി, ഫിനിഷ് കഴിഞ്ഞിട്ട് കാണാം. യോ ഗൈസ്, നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. 21K, 10K ഫിനിഷ്. വാട്ട്സ് യുവർ ടൈം? What's your time? 1.5 hours. 1.5 hours. Okay, that's good. ഞാനും 1.5 മണിക്കൂറൊക്കെ എടുത്തു 10 കിലോമീറ്റർ ഓടി. സോ എനിക്ക് ഇത് 21 കിലോമീറ്റർ ഇല്ല. It's only 20.5. Okay. There's no 21. It's not 21. Yeah. So അത് 250 സംതിങ്. സോ അത് 21 ഉണ്ടായിരുന്നെങ്കിൽ 3 ഹവറിന് വില പോയത് പണി കിട്ടി. അപ്പൊ എന്തായാലും ആ 0.5 ഡിഡക്ട് ചെയ്ത് തരും. താങ്ക് യു. Sub 3 hours. Are you? Wow. But if it was 21, I would go above 3. അപ്പോൾ മാരത്തോൺ കഴിഞ്ഞു. ഇനിയിപ്പോൾ പതിയെ എവിടെയെങ്കിലും പോയി ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം, എന്നിട്ട് ബാക്ക് ടു ഹോം. ഗൈസ്, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഫോട്ടോ എടുത്തു.
അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഡിസീസ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നടന്ന് മറ്റേ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, ഒരു പഴമൊക്കെ കഴിച്ചു, വെള്ളവും കുടിച്ചു. ഇപ്പോൾ ഓൾ ഗുഡ്സ്. വി ആർ നൗ വാക്കിംഗ് ബാക്ക് ടു ദ പാർക്കിംഗ്. And then go for a fur. യെസ്, ഫാ അടിക്കണം. ഇനി ഫാ ഒരു വലിയ പവള ഫാ അടിക്കുന്നു. അതിൻ്റെ പോയി കിടന്ന് തുടങ്ങുന്നു. വാട്ട് എ ഗുഡ് സൺഡേ മോർണിംഗ്. പോയി അതാണ് കേട്ടോ മറ്റേ കൊച്ചിമിൻ്റെ മറ്റേ ഐക്കോണിക് പള്ളി. സോറി, ബിഗ് ബാക്ക തീരോ. എല്ലാം മറന്നു. ഡൺ. ഇനി പാർക്കിങ്ങിൽ പോയി വണ്ടി എടുത്ത് നേരെ അപ്പോൾ